അഴിമതിക്കെതിരെ പോരാടാൻ കേരളത്തിൽ നിന്നും ആര്? മലയാളികൾക്ക് ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒന്നു മാത്രം. യെസ് ഗൈസ്, മറ്റാരുമല്ല, വൺ ആൻഡ് ഓൺലി ലോക്പാൽ അഥവാ ലോകപാഴ്. ലോകപാഴിന്റെ പോഴത്തരങ്ങൾ കാണിക്കുന്നതിനായി മാത്രമല്ല ലോക്പാലിന് സ്വന്തമായി വെബ്സൈറ്റ് ഒക്കെ ഉണ്ട്. അഴിമതി നടത്തുന്നവന്റെ വിവരങ്ങൾ നിങ്ങൾ ഈ സൈറ്റിൽ ഇട്ട് കൊടുത്താൽ ലോക്പാൽ പോയി അവനെ കൊള്ളയടിക്കും. അപ്പോൾ സിനിമയുടെ തുടക്കത്തിൽ ലോകപാഴിനെ കണ്ടുപിടിക്കാൻ ഒരു ചാനൽ റിപ്പോർട്ടർ അഡ്വർടൈസ്മെന്റ് ഏജൻസിയെ സമീപിക്കുകയാണ്. ഏജൻസിക്കാർ ചോദിക്കുമ്പോൾ പരസ്യം കൊടുക്കേണ്ടത് ലോക്പാൽ വെബ്സൈറ്റിലാണെന്ന് പറയും. അതെന്താ പന്നി, വേറെ നല്ല ഒരുപാട് സൈറ്റുകൾ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ പറഞ്ഞാൽ ലോക്പാൽ ആണല്ലോ ഈ സിനിമയിലെ ഹീറോ, അപ്പോൾ അതല്ലേ ചോദിക്കാൻ പറ്റൂ. ഓ അങ്ങനെ ഏജൻസിക്കാർ വഴി വെബ്സൈറ്റ് മുതലാളിയുടെ നമ്പർ കിട്ടുമെന്നാണ് റിപ്പോർട്ടർ കരുതിയത്. അങ്ങനെ ലോക്പാലിന്റെ വിവരങ്ങൾ കിട്ടുമല്ലോ. പക്ഷെ അവരുടെ കയ്യിൽ ലോക്പാൽ വെബ്സൈറ്റ് മുതലാളിയുടെ നമ്പർ മാത്രമില്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ അഴിമതിക്കെതിരെ എന്നും പറഞ്ഞ് കള്ളപ്പണം മോഷ്ടിക്കുന്ന ലോക്പാലൊക്കെ സ്വന്തം ഐഡന്റിറ്റി ഏതെങ്കിലും ഏജൻസിക്ക് കൊടുക്കുമോ? അതുപോലും മനസ്സിലാക്കാൻ ബോധമില്ലാത്ത ഒരു റിപ്പോർട്ടർ. പിന്നെ വേറൊരു കാര്യം എന്തെന്നാൽ ഈ ലോക്പാൽ വെബ്സൈറ്റിൽ ഫ്ലാഷ് മോബ് വരെ ലോക്പാലിന് വേണ്ടി നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരു ദിവസം ഒരു യൂണിവേഴ്സിറ്റി എക്സാമിനറുടെ വീട്ടിലേക്ക് ഒരു അബ്കാരിയും മകളും വരികയാണ്. മകൾക്ക് ഡോക്ടർ ആകണമെന്ന് വലിയ ആഗ്രഹമാണത്രേ. അതുകൊണ്ട് ചോദ്യ പേപ്പർ ഒന്ന് ചോർത്തി കൊടുക്കണം എന്നും പറഞ്ഞ് അബ്കാരി കുറെ പൈസ അങ്ങ് കൊടുക്കും. അതായത് എൻട്രൻസ് പാസ്സാവാൻ ഇവിടെ കഷ്ടപ്പെട്ട് പഠിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് പൈസ കൊടുത്താൽ മതി. ഈ കുരുപ്പൊക്കെ ഇങ്ങനത്തെ രീതിയിൽ ഡോക്ടർ ആയാൽ രോഗികളുടെ ഒക്കെ അവസ്ഥയെ. പൈസ കിട്ടിയതും എക്സാമിനർ പറയും ചോദ്യം മാത്രമല്ല അതിന്റെ ഉത്തരവ് ഞാൻ റെഡിയാക്കി തരാമെന്ന്. ഹൈ, അതിപ്പോ ലാഭമായല്ലോ. ബിറ്റൊക്കെ എവിടെ വെക്കണമെന്ന് കൊച്ചിന് നന്നായി അറിയാം. ബട്ട് ഗൈസ്, അന്ന് രാത്രി എക്സാമിനർക്ക് ഒരു ഫോൺ കോൾ വരും. താൻ കൂട്ടിവെച്ച പൈസ മുഴുവൻ എടുത്തോണ്ട് പോകുമെന്ന് ലോകപാഴ് പറഞ്ഞതും പേടിച്ചു വിറച്ച അങ്ങേര് വീട്ടിലെ കട്ടിലിനടിയിൽ സേഫ് ആയിരുന്ന പൈസ എടുത്ത് ചാക്കിലാക്കി വീടിന് പുറത്ത് കുഴിവെട്ടി ഒളിപ്പിക്കാൻ നോക്കും. അത് വേറൊരു ലോകപാഴ്. പക്ഷെ ഗൈസ്, കുഴിവെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തൊട്ടു പുറകിൽ കൗണ്ട് ഡ്രാക്കുള. വെയിറ്റ്, അത് ഡ്രാക്കുള അല്ല, സാക്ഷാൽ ലോക്പാൽ. ഓ മൈ ഗോഡ്, ലോക്പാൽ ഈസ് ഹിയർ. സഹായിക്കണോ? ഞാൻ ലോക്പാൽ. അങ്ങേര് വന്ന് സിമ്പിളായി ഒരു സംഘടനവും കൂടാതെ പൈസ എടുത്തോണ്ട് പോകും. എടാ, പേരിനെങ്കിലും ആ ലോക്പാലിനെ ഒന്ന് എതിർക്കാൻ നോക്കടാ. ഏട്ടന്റെ വേഷം കണ്ട് പേടിച്ചു പോയതാകും. ഇനിയിപ്പോ അഞ്ചാം പാതിര പോലെ ഹിപ്നോട്ടൈസ് വല്ലതും ചെയ്തതാണോ എന്തോ. അങ്ങനെ കൂട്ടുകാരനായ മന്ത്രിയുടെ ശുപാർശയുമായി ലോക്പാലിനെ പിടിക്കാൻ അങ്ങേര് SP വിജയന്റെ അടുത്തേക്ക് പോകും. അയാളെ കൊണ്ട് ലോക്പാലിന്റെ രേഖാചിത്രം വരച്ചപ്പോഴാണ് വിജയൻ ഒരു കാര്യം മനസ്സിലായത്. അതായത് ലോക്പാൽ പണ്ട് വിജയനെ ഊക്കി വിട്ടിട്ടുള്ളതാണ്. പണ്ടൊരു പെൺവാണിഭ കേസിലെ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി വിജയൻ വാങ്ങിയ കൈക്കൂലി മോഷ്ടിക്കാൻ ലോക്പാൽ അങ്ങേരുടെ വീട്ടിലേക്ക് കയറി ചെല്ലും. പണ്ട് മറുക് വെച്ച് നസീർ വേഷം മാറുന്നത് പോലെ ആരും തിരിച്ചറിയത്തേയില്ല. അമ്മാതിരി വേഷം. അവിടെ ചെന്ന് സെക്യൂരിറ്റിയെ മയക്കി കെടുത്തി പൂട്ട് പൊളിച്ച് പൈസ മുഴുവൻ ലോക്പാൽ മോഷ്ടിക്കും. മണ്ടനേട്ടന്റെ വിദഗ്ധമായ വേഷം മാറൽ കാരണം അന്നേ ലോക്പാലിന്റെ രേഖാചിത്രം വിജയൻ വരച്ചു വെച്ചിട്ടുണ്ട്. ഒരാളാണെന്ന് മനസ്സിലാക്കിയ വിജയൻ ദാസപ്പനെ വിളിച്ച് ലോക്പാലിനെ കണ്ടുപിടിക്കാനുള്ള മിഷൻ ഏൽപ്പിക്കും. ദാസപ്പനെ തന്നെ വിജയേട്ടൻ ഇത് ഏൽപ്പിക്കാനുള്ള കാരണം ഇതാണ് ഗൈസ്. ദാസിനെ ജോലി ഏൽപ്പിക്കാൻ തക്ക കാരണമുണ്ട്. ഇവിടുത്തെ ഒരുത്തിനെ എനിക്കത്ര വിശ്വാസം പോരാ. ദാസിന്റെ റാങ്ക് SI ആയിരിക്കാം, പക്ഷെ ഒരു ജോലിക്ക് ഇറങ്ങിയാൽ അതിന്റെ അങ്ങേയറ്റം കണ്ടിട്ട് ദാസ് നിർത്തും. പക്ഷെ അതിലും വലിയൊരു ട്വിസ്റ്റ് ഇതിലുണ്ട്. നമ്മുടെ ലോക്പാൽ പോലീസ് സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെ ഒരു ഫുഡ് കോർട്ട് നടത്തി ജീവിക്കുകയാണ്. നന്ദൂസ് ഫുഡ് കോർട്ട്. ലോകപാഴിന്റെ സിനിമയിലെ ഒറിജിനൽ പേരാണ് നന്ദു. പോലീസുകാരും ദാസപ്പനും ഒക്കെ ഇവിടെ വന്നാണ് ചായ കുടിക്കുന്നത്. ദാസപ്പനെ വിജയം ബൂസ്റ്റ് കയറ്റി വിട്ടതുകൊണ്ട് തന്നെ ദാസപ്പൻ വീട്ടിൽ ചെന്ന് ലോക്പാലിനെ കുറിച്ച് ക്ലൂ കിട്ടുന്നതിനായി മകളോട് പറഞ്ഞ് ലോക്പാൽ വെബ്സൈറ്റ് മുഴുവൻ അരിച്ചു പെറുക്കും. അടുത്ത സീനിൽ ലോക്പാൽ അഴിമതിയെക്കുറിച്ച് ഘോരം പ്രസംഗം നടത്തുകയാണ്. ലോക്പാലിന്റെ പ്രസംഗം കേട്ട് പുളകിതനായ സത്യാന്വേഷി മുകുന്ദൻ മേനോൻ ലോക്പാലിനോട് അല്പം സംസാരിക്കണമെന്ന് പറയും. മുൻപ് സത്യാന്വേഷി മാഗസിൻ നടത്തിയിരുന്ന ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു ഈ മുകുന്ദൻ മേനോൻ. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ച് ഒടുവിൽ സത്യാന്വേഷിക്ക് എന്തൊക്കെയോ സംശയം തോന്നും. എന്നിട്ട് അങ്ങേര് ചോദിക്കും, കളവ് ഒപ്പം ഐഡിയോളജി. Am I speaking to ലോക്പാൽ? ഒടുവിൽ ആ സത്യം ലോക്പാൽ സമ്മതിക്കും. അതെ, ഞാൻ തന്നെ ലോകപാഴ്. അപ്പോൾ സത്യാന്വേഷി പറയും, എടാ ലോകപാഴെ, താൻ പിടിച്ചതൊക്കെ തുക്കട ടീമുകളാണ്. അവന്മാരുടെയൊക്കെ മുകളിൽ അഴിമതിയുടെ രാജാവായ ഒരുത്തനുണ്ട്, മാനുവൽ ഇട്ടിയാര. നീ പോയി അവനെ കൊള്ളയടിക്കുന്നു. അതിനിടയിൽ ലോക്പാൽ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത ഫ്ലാഷ് മോബിൽ ഒരു ക്ലൂ ഉണ്ടെന്നും പറഞ്ഞ് ടിവിയിൽ പാട്ടും കേട്ടുന്ന ദാസപ്പനെ വിജയൻ ഊക്കിവിടും. ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ലോക്പാൽ സൈറ്റിലെ ഈ പാട്ടിൽ ഒരു ക്ലൂ ഉണ്ട് സർ.
ക്ലൂ ഈ ചീഫ് എക്സാമിനർ മുരളീധരൻ അത്ര നല്ല റെപ്യൂട്ടേഷനുള്ള ആളൊന്നും അല്ല സാർ. ആ മുരളിയും ഈ പാട്ടിലെ മുരളിയും വേണമെങ്കിൽ ഒന്നാണെന്ന് പറയാം സാർ. മാത്രമല്ല ഇനി വേറെ ഒന്നൂറുണ്ട് സാർ. അർജുനന്റെ 10 നാമം ചൊല്ലിയാലോ പേടി മാറും. സാർ ഈ പാട്ടിലും ഒരു ക്ലൂ ഉണ്ട്. അതെ സാർ, അർജുനനെ വിജയനെന്ന് വിളിക്കുമല്ലോ. ഈ ലോക്പാലിൽ നിന്ന് സാറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടോ? പക്ഷെ വിജയന്റെ കള്ളപ്പണം ലോക്പാൽ മോഷ്ടിച്ച വിവരം ദാസപ്പൻ അറിയുമോ എന്ന് പേടിച്ച് ഇന്റലിജന്റ് ആയ ദാസപ്പനെ വിജയൻ വീണ്ടും ഊക്കിവിടും. ലോക്പാലിനെ കണ്ടുപിടിക്കാൻ പറ്റിട്ട് താൻ എനിക്ക് ഉണ്ടാക്കാൻ അറിയിരിക്കുകയാണ്. താനേ എനിക്ക് ക്ലൂ ഉണ്ടാക്കണ്ട, ഇത് വെച്ച് വല്ലതും ഉണ്ടാക്കാൻ പറ്റുമോ ഉണ്ടാക്കിയാൽ മതി. അതിനിടയിൽ നമ്മുടെ റിപ്പോർട്ടർ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചുമ്മാ പോയി ഒരു വള്ളി അങ്ങ് മേടിച്ചു വെക്കും. സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ചെക്ക് പോസ്റ്റിൽ വെച്ച് ഒരു ലോറി ഉടമ വണ്ടി കടത്തിവിടാൻ പോലീസുകാരന് കൈക്കൂലി കൊടുക്കും. അതാണെങ്കിൽ റിപ്പോർട്ടർ കുറിപ്പ് വീഡിയോ റെക്കോർഡ് ചെയ്ത് എയറിലാക്കും. അങ്ങനെ പോലീസുകാരൻ സസ്പെൻഷനിലാവും. അതോടെ കലിപ്പിളകിയ അങ്ങേര് റിപ്പോർട്ടറെയും കൂടെയുള്ള സത്യാന്വേഷി മുകുന്ദനെയും ഇടിച്ച് പപ്പടമാക്കി എയറിൽ കയറ്റും. അങ്ങനെ അവരെ കാണാൻ ഹോസ്പിറ്റലിലെത്തിയ ലോക്പാൽ ഈ വിവരങ്ങൾ അറിയും. അത് കേട്ടതും ലോക്പാൽ പോലീസുകാരന്റെ വീട്ടിൽ പോയി അയാളെ അറഞ്ചം പുറഞ്ഞോ അടിച്ച് പിമ്പിരിയാക്കും. ശേഷം പോലീസുകാരൻ തല്ലിപ്പൊടിച്ച മൊബൈലിന് പകരം മറ്റൊരു മൊബൈൽ റിപ്പോർട്ടർക്ക് വാങ്ങിക്കൊടുക്കുമ്പോഴാണ് തൊട്ടുപുറകിൽ കാവ്യേച്ചി നിൽക്കുന്നു. അതെ, നമ്മുടെ ലോക്പാലിന് പണ്ടൊരു തൊലിഞ്ഞ പ്രണയകാലം കൂടി ഉണ്ടായിരുന്നു. അതായിരുന്നു കാവ്യേച്ചി. എന്നാൽ ലോക്പാൽ ചേച്ചിയെ നൈസ് ആയിട്ടങ്ങ് തേക്കും. എന്നിട്ട് പറയും സാഹചര്യം കൊണ്ടല്ലേ മോളൂസെ തേച്ച് തന്ന്. അങ്ങനെ തേപ്പ് കിട്ടി കല്യാണം പോലും കഴിക്കണ്ട എന്ന് വിചാരിച്ചിരുന്ന കാവ്യേച്ചി ഒടുവിൽ ദേഷ്യം സഹിക്കാൻ വയ്യാതെ കല്യാണം കഴിക്കുന്ന മുതലാണ് അഴിമതി വിജയൻ. പക്ഷെ ഇപ്പോൾ കാവ്യേച്ചിക്ക് അറിയാം ഏട്ടൻ തന്നെയാണ് ലോക്പാൽ എന്ന്. മാത്രമല്ല ഇപ്പോൾ രേഖാചിത്രമൊക്കെ കണ്ട് ഏട്ടൻ തന്നെയാണ് ലോക്പാൽ എന്നും കാവ്യേച്ചി ലോക്പാലിന്റെ എക്സ് ആണെന്നും SP വിജയൻ അറിയാം. അതോടെ വിജയന് കാവ്യേച്ചിയെ സംശയമാകും. എനിക്ക് ഒറ്റ കാര്യം അറിയേണ്ടുള്ളൂ, നീയല്ലേ ഇവന് വിവരം കൊടുത്തത് ഞാനിവിടെ പണം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന്? യെസ് ഓർ നോ? നോ. യെസ്, ഐ സേ യെസ്. അല്ല. യെസ്. ചെയ്യാത്തത് അടിച്ചേൽപ്പിക്കണം നിർബന്ധാണെങ്കിൽ ഞാൻ സമ്മതിച്ചു തരാം. യെസ്. യെസ്. കലിപ്പിളകിയ വിജയേട്ടൻ നന്ദൂസ് ഫുഡ് കോർട്ടിലേക്ക് എത്തും. വിജയേട്ടന് ലോക്പാലിനെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ കള്ളപ്പണമായതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. നിയമപരമായി നിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിന്റെ അഹങ്കാരം നിനക്ക്. നിന്നെ ഞാൻ ബുക്ക് ചെയ്തിരിക്കും, നീ പോലും അറിയാതെ. അന്ന് സാർ ഇത് പറഞ്ഞു, ഇന്നും എന്റെ മറുപടി അന്ന് പറഞ്ഞ തന്നെ. ട്രൈ യുവർ ലക്ക്. എക്സലന്റ്. അടുത്ത സീനിൽ മാനുവൽ ഇട്ടിയാരെയും മന്ത്രിയുമായി ഒരു കള്ളപ്പണ ഡീൽ നടക്കാൻ പോവുകയാണ്. അതിനിടയിൽ ലോക്പാലിന്റെ കാര്യം മന്ത്രി ഇട്ടിയാരയോട് പറയും. അപ്പോഴാണ് ആ രഹസ്യം നമ്മൾ അറിയുന്നത്. പണ്ട് ഇട്ടിയാരയുടെ പണം അടിച്ചു മാറ്റാൻ ലോക്പാൽ ശ്രമം നടത്തി പാളിപ്പോയതാണ്. അതായത് ഇട്ടിയാരയുടെ സ്ട്രോങ് റൂമിൽ കയറി സേഫിനുള്ളിൽ നിന്ന് പൈസ അടിച്ചു മാറ്റാൻ പുതിയൊരു വേഷത്തിൽ ലോക്പാൽ കയറി ചെല്ലും. സ്ട്രോങ് റൂമിന്റെ വാതിൽ ഏതോ വയറൊക്കെ ശ്രദ്ധിച്ച് കട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് ബോംബ് വെച്ച് പൊട്ടിക്കും. എന്നാൽ പിന്നെ ശ്രദ്ധയോടെ ആ വയറൊക്കെ കട്ട് ചെയ്യുന്നത് ഒഴിവാക്കാമായിരുന്നു. ശേഷം ഉള്ളിലേക്ക് കടന്ന ലോക്പാൽ സേഫിന്റെ ലോക്ക് ഇട്ടിയാരയുടെ ഫിംഗർ പ്രിന്റും കോഡും ഉപയോഗിച്ച് തുറക്കും. പക്ഷേ ഗൈസ്, ഇട്ടിയാര ആരാ മുതല്? വാതിൽ തുറന്നപ്പോൾ ഒരു കത്ത് മാത്രമുണ്ട് സേഫിനുള്ളിൽ. അതിലാണെങ്കിൽ ഉന്നാൽ മുടിയാതെ തമ്പി മാനുവൽ ഇട്ടിയാര എന്ന് എഴുതി വെച്ചിരിക്കുന്നു. അതേ ഗൈസ്, ഏട്ടൻ പ്ലിങ്ങായി നിൽക്കുന്ന ഫേസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഉന്നാൽ മുടിയാതെ തമ്പി പരമശിവ ആ ദേഷ്യം ലോക്പാലിന് ഉള്ളത് കൊണ്ട് തന്നെ ഈ കള്ളപ്പണ ഡീൽ എങ്ങനെയും പൊളിച്ചേ പറ്റൂ. അപ്പോൾ കള്ളപ്പണം കൈമാറുന്നത് ട്രെയിനിൽ വെച്ചാണ്. കാരണം റോഡ് മുഴുവൻ പോലീസ് ചെക്കിംഗ് ആണ്. ബട്ട് ആർക്കും തിരിച്ചറിയാനാകാത്ത മറ്റൊരു വേഷത്തിൽ ട്രെയിനിൽ ലോക്പാൽ എത്തിയിരിക്കുന്നു. ഇന്ന് TTEയുടെ വേഷത്തിലാണ് ലോകപാഴ് എത്തിയിരിക്കുന്നത്. പക്ഷെ പണവുമായി ട്രെയിനിൽ കയറിയ ടീംസിനെ ലോകപാഴ് കൂട്ടാളികളും കൂടി വേറൊരു മുറിയിൽ കൊണ്ടുപോയി മയക്കി കിടത്തും. എന്നിട്ട് പണമുള്ള പെട്ടി അവിടെ വെച്ച് പണമില്ലാത്ത പെട്ടി ഇട്ടിയാരയുടെയും മന്ത്രിയുടെയും മുറിയിൽ കൊണ്ടുപോയി വെക്കും. അതോടെ ലോകപാഴിനെ കൊണ്ട് തൊന്തരമായ എല്ലാവരും കൂടി ഒത്തുകൂടി ലോക്പാലിനെ ജയിലിൽ അടയ്ക്കാൻ ശ്രമം നടത്തും. പക്ഷെ നിയമപരമായി ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോഴും വിജയൻ സാറിനും ടീംസിന് രക്ഷകനായി ദാസപ്പൻ എത്തും. അതായത് വിജയൻ സാറിന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറിയതിന് ലോക്പാലിനെ അറസ്റ്റ് ചെയ്യാമെന്ന് ദാസപ്പൻ പറയും. ഈ വിവരം അറിഞ്ഞതും വേഗം കണ്ടം വഴി ഓടിക്കോ എന്ന് സത്യാന്വേഷി മുകുന്ദൻ ലോക്പാലിനെ ഉപദേശിക്കും. അതോടെ ഏട്ടൻ കോടതിയിൽ കീഴടങ്ങാൻ തീരുമാനിക്കും. പക്ഷേ കോടതിയിൽ ലോക്പാൽ എത്താതിരിക്കാൻ പോലീസ് നാട് മുഴുവൻ വലവിരിച്ചിരിക്കുകയാണ്. പക്ഷെ ലോക്പാലല്ലേ ആള്. ആർക്കും തിരിച്ചറിയാൻ സാധിക്കാത്ത മറ്റൊരു വേഷത്തിൽ പോലീസിനെ വെട്ടിച്ച് ലോക്പാൽ കോടതിയിൽ കയറും. അതിബുദ്ധിമാനായ ദാസപ്പൻ സാറിന് പോലും ഏട്ടനെ തിരിച്ചറിയാനായില്ല. അങ്ങനെ കോടതിയിലെത്തിയ ഏട്ടൻ പറയും,
പറയും വിജയൻ സാറിന്റെ ഭാര്യയുടെ എക്സ് കാമുകനായ എന്നോടുള്ള ദേഷ്യം തീർക്കാൻ വിജയൻ സാർ ഉണ്ടാക്കിയ കള്ളക്കേസാണിതെന്ന്. മാത്രമല്ല കളവ് നടന്നു എന്ന് പറയുന്ന ദിവസം ഞാൻ ഈ നാട്ടിൽ പോലുമില്ല. അന്നേ ദിവസം ഏട്ടൻ ബാംഗ്ലൂർ പോയ ടിക്കറ്റൊക്കെ എടുത്ത് കോടതിയെ കാണിക്കും. അതിനിടയിൽ ഏട്ടനാണ് ലോക്പാൽ എന്ന് വക്കീൽ ആരോപിക്കും, അല്ലെന്ന് ഏട്ടനും. പക്ഷെ നുണ പരിശോധന നടത്തി അത് ഉറപ്പാക്കണമെന്ന് വക്കീൽ പറഞ്ഞതും കോടതിക്ക് അത് ശരിയായി തോന്നി. പക്ഷെ ജഡ്ജി അഭിപ്രായം പറയുന്നതിന് മുന്നേ 1 മണിയായതുകൊണ്ട് എല്ലാവരും പോയി ഫുഡ് കഴിക്കടാ, എന്നിട്ട് മതി നിന്റെയൊക്കെ കേസെന്നും പറഞ്ഞ് ജഡ്ജി എണീറ്റ് ഫുഡ് അടിക്കാൻ പോകും. അങ്ങനെ താൻ പെടുമെന്ന് ലോക്പാലിന് മനസ്സിലായി. അപ്പോഴാണ് ലോക്പാൽ അടുത്ത തുറുപ്പ് ചീട്ടെടുക്കുന്നത്. മുൻപ് ഇട്ടിയാരെയും മന്ത്രിയും കൂടി ഹോട്ടൽ മുറിയിലിരുന്ന് സത്യാന്വേഷിയുടെ മകനെയും മറ്റു പലരെയും കൊന്നുകളഞ്ഞ കാര്യം സംസാരിക്കുന്നത് ഏട്ടൻ നമ്മുടെ റിപ്പോർട്ടറെ ഉപയോഗിച്ച് വീഡിയോ എടുത്തു വെച്ചിരുന്നു. ഇത് പുറത്തറിയാതിരിക്കണമെങ്കിൽ കേസ് പിൻവലിക്കണമെന്ന് ലോക്പാൽ ഇട്ടിയാരയോട് പറയും. അതോടെ പേടിച്ചു വരച്ച മാനുവൽ ഇട്ടിയാരെയും ടീംസും കേസ് പിൻവലിക്കും. അങ്ങനെ ലോക്പാൽ രക്ഷപ്പെടും. പക്ഷെ ലോക്പാൽ അല്ലേ ആള്. പിറ്റേ ദിവസം തന്നെ ലോക്പാൽ ആ ന്യൂസ് ടിവിയിൽ എത്തിക്കും. അതോടെ ഇട്ടിയാരെയും ടീമുകളും പെടും. പടം തീർന്ന്.